കെഎസ്ആർടിസിയിൽ TDF ആഹ്വാനം ചെയ്ത ജീവനക്കാരുടെ സമരം ഭാഗികം. 92% ബസ്സുകളും സർവീസ് നടത്തി. 60% ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തെന്നും താൽക്കാലിക ജീവനക്കാരെ ഇറക്കി സമരം തകർക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമമെന്നും TDF ആരോപിച്ചു. TDFിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്കിൽ ചിലയിടത്ത് ഏറ്റുമുട്ടലായി. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ജീവനക്കാർ ബസ് തടഞ്ഞു. നെടുമങ്ങാട് ഡിപ്പോയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച 12 ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തൊട്ടാകെ 4026 ബസ്സുകളാണ് ഇന്ന് സർവീസ് നടത്തിയത്. സമരത്തെ തുടർന്ന് 272 ഷെഡ്യൂളുകൾ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതെന്ന് KSRTC അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച 4298 ബസ്സുകളാണ് സർവീസ് നടത്തിയത്. കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ബസ്സുകളും ഓടി. തിരുവനന്തപുരം ജില്ലയിൽ 8 സർവീസുകൾ മാത്രമാണ് മുടങ്ങിയതെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണക്ക്. ഞങ്ങൾ സമരം ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയല്ലേ? ഞങ്ങളത് വീണ്ടും ഞങ്ങളെ ശമ്പളം എന്താ? മന്ത്രി ഇപ്പോഴും പറയുന്നത് കള്ളത്തരമല്ലേ? ഏറ്റവും അധികം ജീവനക്കാർ പണിമുടക്കിയത് പെരുമ്പാവൂരിലാണ്. 42 സർവീസിൽ 13 മാത്രമാണ് നിരത്തിലിറങ്ങിയത്. താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് സമരം പൊളിക്കാൻ സർക്കാർ ശ്രമിച്ചതെന്ന് TDF ആരോപിച്ചു. താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത്. ലൈസൻസ് പോലും കൊണ്ടുവരാത്തവരെ വച്ച് ഇന്ന് ഓടിപ്പിച്ച അനുഭവം പാലോട് ഡിപ്പോയിൽ ഉണ്ടായി. കൊട്ടാരക്കരയിൽ KSRTC ബസ്സുകൾക്ക് കേടുപാട് വരുത്തിയതിൽ സമരക്കാർക്ക് പങ്കില്ലെന്നും TDF വ്യക്തമാക്കി. ഒരിക്കലും സമരക്കാർ ചെയ്തിട്ടില്ല. സമരത്തെ എതിർക്കുന്ന പല ആളുകളും സമരക്കാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു അതിക്രമമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നു. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യുക എന്നതുൾപ്പെടെ 12 ആവശ്യങ്ങൾ ഉയർത്തിയാണ് TDF 24 മണിക്കൂർ പണിമുടക്കുന്നത്. മന്ത്രി 1-ാം തീയതി നൽകുമെന്ന് പറഞ്ഞ ശമ്പളത്തിന് വേണ്ടിയാണ് 4-ാം തീയതി ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധിക്കുന്നത്. സമരത്തിന്റെ ആവശ്യങ്ങൾ കണക്കിലെടുക്കുന്നതിന് പകരം താൽക്കാലിക ജീവനക്കാരെ ഇറക്കി സമരം തകർക്കാനാണ് മാനേജ്മെന്റിന്റെയും മന്ത്രിയുടെയുമൊക്കെ ശ്രമം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.